നമസ്കാരം. ഇന്ന് ഇഞ്ചി കൃഷിയെപ്പറ്റിയുള്ള ഒരു വീഡിയോയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിത്യോപയോഗത്തിന് ഇഞ്ചി അത്യാവശ്യമാണ്. കൃഷിസ്ഥലങ്ങൾ കുറവുള്ളവർക്ക് ഗുണമേന്മയുള്ള വിത്തിഞ്ചി ലഭിക്കാത്ത അവസരത്തിൽ അത്തരം കർഷകർക്ക് ആശ്വാസമാകുന്ന ഒന്നാണ് ഗ്രോ ബാഗ് ഇഞ്ചി കൃഷി. പ്രോട്രേ ഇഞ്ചിത്തൈകളും സ്ഥലപരിമിതിയുള്ളവർക്ക് ഗ്രോ ബാഗിൽ ഇഞ്ചി വിത്തും ഇഞ്ചിത്തൈകളും നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയരികിലോ വേലിക്കരികിലോ മട്ടുപ്പാവിലോ മതിൽപ്പുറങ്ങളിലോ ഒരടി അകലത്തിൽ വെച്ച് പരിപാലിച്ചാൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ വിഷരഹിതമായ ഇഞ്ചി നമുക്കെപ്പോഴും തയ്യാറാക്കാം. സാധാരണ പച്ചക്കറി കടകളിൽ നിന്നും വാങ്ങി നടുന്ന ഇഞ്ചി പലപ്പോഴും ശരിയായ രീതിയിൽ മുളച്ചു കിട്ടാറില്ല. പലവിധ രോഗങ്ങളും കീടങ്ങളും അതിനെ പിടികൂടാറുണ്ട്. ശ്രദ്ധയോടെ പാകപ്പെടുത്തിയ വിത്തിഞ്ചി വേണം നടാൻ. ചെറുകിട കൃഷിക്കാർക്കായി പോർട്രേ പച്ചക്കറി തൈകൾ പോലെ പോർട്രേ ഇഞ്ചിത്തൈകളും ഇന്ന് ലഭ്യമാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിഞ്ചി 5 ഗ്രാം വീതമുള്ള ചെറു കഷ്ണങ്ങളാക്കി നഴ്സറികളിലെ പോർട്രേകളിൽ പാകി പരിചരിക്കണം. പോളി ഹൗസുകളിലോ മഴമറകളിലോ നിരത്തുന്ന ഈ പോർട്രേകളിൽ വിത്ത് മുളയ്ക്കാൻ നന ആവശ്യമാണ്. ഏതാണ്ട് 1-2 ആഴ്ചയ്ക്കകം എല്ലാ വിത്തുകളും മുളച്ചു പൊന്തി വരും. തൈകളുടെ ശരിയായ വളർച്ചയ്ക്ക് പഞ്ചഗവ്യം പോലുള്ള പോഷകലായനികളോ 19-19-19 പോലുള്ള വെള്ളത്തിൽ പൂർണ്ണമായി അലിയുന്ന വളക്കൂട്ടുകളോ ആഴ്ചതോറും തളിച്ചു കൊടുക്കണം. 1.5 മാസമാകുന്നതോടെ ഇഞ്ചിത്തൈകൾ കൃഷിയിടത്തിൽ നടാൻ പാകമാകും. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് പോർട്രേ ഇഞ്ചിത്തൈകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പ്രചാരത്തിലുള്ള പോർട്രേ പച്ചത്തൈകൾക്ക് സമാനമായി അതേ പരിചരണ മുറകളോടെ ഇഞ്ചിത്തൈകളും തയ്യാറാക്കാം. പോർട്രേ ഇഞ്ചിത്തൈകൾ ഉപയോഗിച്ചുള്ള കൃഷി പരമ്പരാഗത ഇഞ്ചി കൃഷിക്ക് സമാനമായ വിളവുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ പോർട്രേ ഇഞ്ചിത്തൈകളിൽ നിന്ന് മികച്ച ഉൽപ്പാദനം ലഭിക്കുന്ന ഗ്രോ ബാഗ് ഇഞ്ചി കൃഷിയിൽ നിന്നാണ്. ചെറുകിട ഇഞ്ചി കർഷകർക്ക് ഇത് ഏറെ ആശ്വാസകരമാണ്. 45 ദിവസം പ്രായമായ ഇഞ്ചിത്തൈകൾ എക്കാലവും നടാം. അതാണിതിൻ്റെ മേന്മ. ഈ രീതിയിൽ തയ്യാറാക്കിയ തൈകൾക്ക് ആദ്യകാലങ്ങളിൽ ഭൂകാണ്ഡം കുറവായതിനാൽ അല്പം പരിചരണം കൂടുതൽ കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിമിതമായ അളവിൽ 4 രൂപ നിരക്കിൽ ഇഞ്ചിത്തൈകൾ കാർഷിക സർവകലാശാല വിൽപ്പന കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാക്കും. സ്ഥലപരിമിതിയുള്ളവർക്കും മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർക്കും ഫ്ലാറ്റ് നിവാസികൾക്കും ഏറെ യോജിച്ചതാണ് ഗ്രോ ബാഗ് കൃഷി. ഒരടി വ്യാസവും താഴ്ചയുമുള്ള ബാഗിൽ ഏറ്റവും ആദ്യം ഇഷ്ടിമുറികളോ ഓട്ടുമുറികളോ കരിയിലയോ നിരത്തണം. അതിനു മുകളിൽ മേൽമണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കമ്പോസ്റ്റ് മിശ്രിതം 3:1:1 എന്ന അനുപാതത്തിൽ നിറയ്ക്കണം. മേൽത്തട്ടിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് മിശ്രിതമിട്ട് നടാനായി ഗ്രോ ബാഗ് ഒരുക്കണം.